ഒരാള് ഇപ്പം ഒരു ഗുരുവായിട്ട് കാണുന്ന ഇപ്പൊ അത്രയും നോളജ് ഉള്ള ഒരു വ്യക്തി അതിന് ഉത്തരം തരുന്നു. കാർത്തിക് അത് കാർത്തികിന്റെ ഉത്തരം ഓക്കെ ഞാൻ ചോദിച്ചതിന് കൃത്യമായ ഉത്തരം കിട്ടി, ഇതാണ് ശരിയെന്ന് കാർത്തികിന് മനസ്സിലാവുന്നു. അപ്പോഴും അതായിരിക്കും ശരി, അത് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല. ഇതേ ചോദ്യം മറ്റൊരാളുടെ അടുത്ത് വെച്ചാൽ മറ്റൊരു വെർഷൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെ ജഡ്ജ് ചെയ്യും ഇദ്ദേഹം പറഞ്ഞാണ് ശരി? ഈ നമ്മളിപ്പോ ഒരു കാര്യം, ഈ സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചാണ് മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സാധനയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഡിറ്റേഷനെ കുറിച്ചൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരു നമുക്കൊരു കാര്യം പറഞ്ഞു തന്ന് അത് പ്രവർത്തിച്ച് നോക്കി നമുക്കതിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അത് ശരിയായ വഴിയല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, എനിക്കത് ശരിയെന്ന് തോന്നി, അതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് ശരിയാണെന്ന് പറയാമല്ലോ. ഒരു ഉത്തരം തരുന്നത് ആ ഉത്തരത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ അതിനൊരു മറുപടി കറക്റ്റാണെന്ന് തോന്നിപ്പിക്കുന്ന പല ഇൻസിഡൻറ്റുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ഇദ്ദേഹത്തിൻ്റെ പാത്ത് നമുക്ക് ഓക്കെ ആണ് തോന്നി. വായിക്കുന്ന ശീലമൊക്കെയുള്ളതാണോ? കുറവാണ്, പക്ഷെ എന്നാലും വായിക്കാറുണ്ട്. കുറവാണ്, അങ്ങനെ റെഗുലർ പുസ്തകപ്പുഴൊന്നുമല്ല. പെട്ടെന്നൊരു ബുക്കിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എനിക്ക് വളരെ സ്വാധീനിച്ചൊരു ബുക്കാണ്. എത്ര തവണ വായിച്ചിട്ടുണ്ട്? ഞാനത് കംപ്ലീറ്റ് ഒറ്റ സ്ട്രെച്ചിന് ഒരു തവണയാണ് ഞാൻ വായിച്ചത്. പക്ഷേ പിന്നീട് അതിനകത്തിലെ പല ഏരിയാസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതായാലും പിന്നെ ഒരു യോഗിയുടെ ആത്മകഥ എന്നൊക്കെ പറഞ്ഞത് ഞാൻ കൂടുതലും സ്പിരിച്വൽ ബുക്സാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും? അങ്ങനെ കൃത്യമായൊരു ചിട്ട ഫോളോ ചെയ്യും? ഞാൻ സാധനയിൽ മാത്രമാണ് ഞാൻ ചിട്ട കൊണ്ടുവരാറുള്ളത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ഈ ഇത്തരത്തിലുള്ള കുറച്ച് സാധനമുണ്ട്, സ്പിരിച്വൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു ടൈമിങ് കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതിങ്ങനെ ഇന്ന ഉള്ളിലാവണം എന്നുള്ള ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിത്വമല്ല. ബാക്കി എൻ്റെ പിന്നെ ആകെ എനിക്ക് കറക്റ്റ് ടൈമിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ എത്ര തുടങ്ങണോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ എൻ്റെ ലൈഫിൻ്റെ ചില ടൈമിങ്ങും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള അങ്ങനത്തെ ഉള്ള നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചിലർ അങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ. നമുക്ക് വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യാൻ ഇത്ര, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ ഇത് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊന്നും എനിക്ക് വളരെ വീക്കാണ്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി, ബട്ട് വീക്കാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് കൃത്യമായി എത്ര വർഷം, ഐ മീൻ നമുക്കൊരു തിരിച്ചറിവാകുന്ന കാലം തൊട്ടേ ആ ഒരു സ്പിരിച്വൽ ലെവലിലൊക്കെ താല്പര്യം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും. ചെറുപ്പം തൊട്ടേ അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ ആരും പറയാതൊക്കെയാണ് ഞാൻ പല കാര്യങ്ങളും എന്താ പറയുക എനിക്ക് ചെയ്യണമെന്നും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആവണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള തോട്ടിലോട്ടൊക്കെ എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നത് ആരും പ്രത്യേകിച്ച് പറഞ്ഞു തന്ന അങ്ങനെയല്ല. അപ്പോൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയൊക്കെ സ്വമേധയാ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാത്തിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് സ്വമേധയാ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ള തോട്ട്സ് വന്നിട്ടുണ്ട്. യാത്ര പോകാൻ ആഗ്രഹമുള്ള സ്ഥലം പറഞ്ഞാൽ അതായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പീസ്ഫുള്ളായിട്ട് പോയിരിക്കാൻ പറ്റുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പോയിട്ട് വരുന്നതൊക്കെ പഴനിയൊക്കെയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരുന്നത്. എനിക്ക് അവിടെ പോയി ഞാൻ പ്രതീക്ഷിച്ചു ഏതെങ്കിലും ഒരു ഹരിദ്വാർ കാശ് ആ ഒരു മൂഡായിരിക്കും പറയുന്നത്. എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്ന് അറിയാം, നമ്മളിപ്പോൾ ഹരിദ്വാർ, കാശി, രാമേശ്വരം അങ്ങനെയൊക്കെയുള്ള ഇതായാലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്പേസ് അല്ല അതൊക്കെ. പക്ഷെ ഇതിപ്പോൾ നമുക്കൊരു ഡൗൺ ഇത് തോന്നിയാലും പെട്ടെന്ന് പോയി നമുക്ക് വൈകുന്നേരത്തെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. 4 മണിക്കൂർ യാത്ര, 4 മണിക്കൂർ ഇങ്ങോട്ട് പോയിട്ട് വരാൻ പറ്റുന്ന സ്പേസ് ആണ്. ഈ ഭാവിയിലപ്പം ഒരു ബുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ബുക്ക് എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഐ മീൻ ഈ ഒരു തോട്ട് പ്രോസസ്സ് കണ്ടിന്യൂ നമ്മൾ വളരും തോറും നമ്മളുടെ ഉള്ളിൽ ചിന്തകൾ വളരും, നമ്മളുടെ ചോദ്യങ്ങൾ വളരും. നമ്മൾ വലുതാവും തോറും നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ഒരുപാട് വരും. അപ്പൊ അതിന് നമ്മൾ ഉത്തരം തേടി പോകും. ആ ഉത്തരം തേടി പോയി കഴിയുമ്പോൾ നമുക്ക് മറ്റു പല വാതിലുകൾ തുറന്നു തരാനുള്ള സാധ്യത, പ്രകൃതി തന്നെ നമുക്ക് തുറന്നു തരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഒരു പക്ഷെ ഒരു ജീവിതത്തിന്റെ ഒരു സായാഹ്നത്തോടൊക്കെ അടുക്കുന്ന സമയത്തൊക്കെ ഒരു യോഗി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. കാരണം ഞാൻ ഇടയ്ക്ക് പണ്ട് ലാലേട്ടൻ എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യ സിനിമ കിട്ടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ എനിക്ക് അമ്മാവനാണെന്ന് തോന്നുന്നു, അമ്മാവന്റെ കൂടെ യാത്ര പോകാൻ വേണ്ടി ഈ ഒരു ആത്മീയതയിലേക്കുള്ള യാത്ര പോകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നു വിടുന്നത്. ആ ഒരു ലൈഫാണ് എന്റെ മകനിപ്പൊ പിന്തുടരുന്നത്. അദ്ദേഹം പണ്ടൊരു ആർട്ടിക്കിൾ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പാത്ത് മാറിപ്പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെ ഒരു സൈഡ് കിടക്കുന്നുണ്ട്. അപ്പം
കുറച്ചങ്ങ് ചെല്ലും, നമ്മൾ കരിയറിന്റെ ഒക്കെ ഒരു പീക്ക് എത്തി, പിന്നീട് നമുക്ക് ഇനി കുറച്ച് സ്വസ്ഥമാവാന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒരു യാത്രകളോ അല്ലെങ്കിൽ ബുക്ക് എഴുതുക, ഈ ഒരു മേഖലയിലേക്ക് തന്നെ ജീവിതത്തിന്റെ സായാഹ്നം എത്തിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു തോട്ട് അത് കാരണം നമ്മൾ കുറച്ചുകൂടി ഇതിനകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കാര്യവും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് ഗ്രാജുവലി സംഭവിക്കേണ്ടതാണ്. അത് എപ്പോഴാണോ എന്താണോ സംഭവിക്കേണ്ടത് അത് വരേണ്ട. അല്ലെങ്കിൽ എൻ്റെ അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ഈ എനിക്കിപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് ഭൗതികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആസ് കാർത്തിക് ശങ്കർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എനിക്ക് തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരുപാട് ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ വർക്കിലൊക്കെ കൊടുക്കുന്ന പോലുള്ളൊരു കോൺഷ്യസ് ഒരു എഫേർട്ടൊന്നും ഞാൻ ഭയങ്കരമായിട്ടിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് പോയിട്ടില്ല. കാരണം അതൊക്കെ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു കരിയർ അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം സന്യാസത്തിൽ അല്ലെങ്കിൽ ഫുൾ ടൈം സ്പിരിച്വൽ പരിപാടി അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ഇത്. കാരണം കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജോലി എന്ന് പറയുന്ന പോലെ അത് സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു കോൺഷ്യസ് എഫേർട്ടൊന്നും ഇടാറില്ല. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സും ചിന്തകളും അതിനനുസരിച്ച് പോകുന്നു. ഇപ്പോൾ അത് ആ സ്പിരിച്വൽ തോട്ട്സ് ആണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഗുരുവിനോട് അത് ചോദിച്ചിട്ട് അത് അങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മുടെ ഈ പ്രൊഫഷൻ റിലേറ്റഡ് നമ്മുടെ ലൈഫും അത് ഞാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇതായിട്ട് തന്നെ അല്ലെങ്കിൽ ഇന്നത് വേണം എന്നുള്ള പ്ലാനിങ്ങിലൂടെ പോകുന്നുണ്ട്. എനിക്കൊരു ആത്മീയതയുടെ സൈഡ് ഗോത്ത് ഫ്ലോ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും. ഈ വന്നപ്പോ ഞാൻ ഈ കയ്യിലെ മോതിര രുദ്രാക്ഷം കണ്ടപ്പോ ഞാൻ ഓർത്തി ഇങ്ങനെ, ഞാൻ ആ ഫസ്റ്റ് ഇങ്ങനെ രുദ്രാക്ഷം ഒരാൾ ഇടുന്നതാണ്. ഞാൻ ആ രുദ്രാക്ഷം നോക്കിയതിന് ഉത്തരം എനിക്കിപ്പോ കിട്ടി. വളരെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടി. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു പ്രദീപിന്റെ കാര്യം എന്തിനാണ് പറയുന്നുണ്ടായിരുന്നു. എനിക്കപ്പോ പെട്ടെന്നിട്ട് കഥ പറയുമ്പോഴുള്ള ബാർബർ ബാലിനെയും ഈ ബാർബർ ബാലിന്റെ കഥ ആക്ച്വലി ശ്രീനിവാസൻ സാറിന്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. അറിയോന്ന് അറിയില്ല. ശ്രീനിവാസൻ സാറിനെ എന്നെ ക്യാഷ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി വിട്ടത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള, എനിക്ക് വയനാടാണെന്ന് തോന്നുന്നു, വയനാട് അവിടെ എവിടെയോ ഉള്ള ഒരു സുഹൃത്താണ് വിട്ടത്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ സുഹൃത്തിന്റെ മകന് സിനിമയിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചത് ശ്രീനിവാസൻ സാറിനെയാണ്. ശ്രീനിവാസൻ സാറ് ആ തൊട്ടടുത്ത സിനിമയിൽ തന്നെ ഒരു സിനിമാറ്റോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം പയ്യനെ ജോയിൻ ചെയ്യാൻ പയ്യൻ ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ശ്രീനിവാസൻ സാറ് തന്നെ ആ സാറിനൊരു ക്യാഷ് കൊടുത്ത് വിട്ട് അദ്ദേഹത്തിന്റെ മകനെ തന്നെ തിരിച്ച് അദ്ദേഹം ഒരു ഹെൽപ്പ് ചെയ്ത് സാറ് തന്നെ പറഞ്ഞാണ്. എന്റെ അടുത്ത് തന്നെ സാറ് പറഞ്ഞൊരു കഥയാണ്. എനിക്ക് പെട്ടെന്ന് അതാ റിലേറ്റ് ചെയ്ത്. ഈ പ്രദീപ് ഇപ്പൊ എവിടെയുണ്ട്? ഈ ഒരു വളർച്ചയിൽ അദ്ദേഹം എന്ത് പറയുന്നു? പ്രദീപ് ഇപ്പോ നാട്ടില് അടൂരാണ്. അത് കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം ഇപ്പം ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് വേറെയാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു ലൈഫാണ്. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ഈ വളർച്ചയിലൊക്കെ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹം അതാ പറഞ്ഞത്, അദ്ദേഹത്തിന് വേറെ പ്രൊഫഷനും വേറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം അതിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വളർന്നു വരണമെന്നും ഞാൻ വലുതായി കാണണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പൈസയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട്. ആ ചുരുട്ടി പിടിച്ചു തന്ന ക്യാഷിന് അതിനൊരു വില മതിക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് തോന്നും അതിപ്പം അന്നാമത്തെ അന്ന് എമൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കാം. പിന്നീട് അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെയാണ് അത് ചെയ്തെടുത്തത്. പക്ഷെ ആ മനസ്സ് പിന്നെ ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ അതൊരു ദൈവനിയോഗം. അത് അവനിൽ കൂടി ദൈവം പ്രവർത്തിച്ച അവനെ നമ്മളൊരു ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇന്നും ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്റെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ലൈഫ് ലോങ് കിടക്കട്ടെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു എന്താണ് വളരെ സീരിയസ് ആയിട്ട് പോയി തോന്നുന്നു. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. യൂട്യൂബിൽ കൂടെ റവന്യൂ കിട്ടിയാണ് നമ്മളൊക്കെ ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം യൂട്യൂബ് അനുദിനം അതിന്റെ പോളിസീസ് മാറ്റുന്നു, അല്ലെങ്കിൽ FB അതിന്റെ റവന്യൂ കുറയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ ഒരു ഭാവി എന്തായിരിക്കും? യൂട്യൂബ് തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ മുന്നോട്ട് എങ്ങോട്ടാണ്? ഇപ്പം കാർത്തിക് സിനിമയിൽ കയറി, ഓഫ് കോഴ്സ് നമ്മൾ സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോട്ടെ എന്ന് വെക്കാം. ഇനി അതാവുന്നില്ല, കാർത്തിക്കിന് ഇപ്പോൾ ശോഭിക്കാൻ പറ്റുന്നത് കൂടുതൽ യൂട്യൂബിൽ തന്നെയാണ്, ചാനലിൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടൊരു ഭാവി എന്തായിരിക്കും യൂട്യൂബ്, അല്ലെങ്കിൽ ഒരുപാട് മൊത്തം ഓവറോൾ യൂട്യൂബേഴ്സിന്റെ? ആസ് യു സൈഡ്, ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ യൂട്യൂബിനെ കണ്ടതെല്ലാം നമ്മൾ സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫേസ്ബുക്കിൽ പണ്ടത്തെ അത്ര റവന്യൂ ഇല്ല. അത് നമ്മൾ
ഒക്കെ പറയേണ്ട കാര്യം എന്നാണ്. നേരത്തെ ഒരു 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 രൂപ പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. യൂട്യൂബിലും അങ്ങനത്തെ ഒരു സ്ഥിതിയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോം പോലെ യൂട്യൂബ് മാറിയേക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പോഴും ഈ ഒറിജിനൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് യൂട്യൂബിൽ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും തന്നെയാണ്, വളർച്ച ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടന്റുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയാലും വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒറിജിനൽ കണ്ടന്റ്സ് ചെയ്യുന്നവർക്ക് വീണ്ടും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വത്സല ക്ലബ്ബ്, ഞാൻ വത്സല ക്ലബിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂ പബ്ലിഷ് ആകുമ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് രസകരമായിട്ട് തോന്നിയത് നിങ്ങൾ എല്ലാവരും, അതായത് ഇപ്പം അഖിൽ കവലിയൂരും കാർത്തിക്കും കൂടി ക്രൂവിനെ പുച്ഛിച്ചിട്ടൊരു സാധനം ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നിട്ട് ഇത് ആരുടെ കൺസെപ്റ്റ് ആയിരുന്നു? അഖിലിന്റെ ആയിരുന്നോ കാർത്തികിന്റെ ആയിരുന്നോ? ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങൾ എല്ലാവരോടും നമുക്കൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലാണ് ഒരു കാര്യം പറയും, അപ്പം ഞാൻ അതിന്റെ കൗണ്ടർ പറയും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു സംഭവം സെറ്റ് ചെയ്തതാണ്. അത് ഷൂട്ടിനിടയ്ക്ക് ചെയ്ത് ഷൂട്ടിനിടയ്ക്ക് ഷൂട്ട് പ്രോപ്പർ ക്ലൈമാക്സ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ചെയ്തത്. അതെ. ഓക്കെ, എന്താണ് വത്സല ക്ലബ്ബ് എന്ന് പറയുന്നത്? കഥ പറയുന്നത് ഇപ്പം നമ്മളിപ്പോ നടക്കുന്നതാണോ, അതൊരു 2090-കളിൽ നടക്കുന്നതാണോ? എന്താണ് അതിന്റെ ഒരു കഥാ പശ്ചാത്തലം? അത് അതിന്റെ എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് അറ്റ്മോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെയാണ്. പക്ഷേ അതിൽ ഒരു സാങ്കല്പിക ഗ്രാമമാണത്. ആ ഗ്രാമത്തിലെ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. കല്യാണം മുടക്കുന്നത് അവിടെ ഒരു ചടങ്ങോ അല്ലെങ്കിൽ ഒരു മത്സരമായിട്ട് ആണ്. ഈ മത്സരത്തിന് അവിടെ അവരൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കുന്ന ആളിന് ഫാന്റസി ടൈപ്പ്. അത് തന്നെ ഒരു ഫാന്റസി ഗ്രാമമാണത്. അത് നമ്മുടെ അങ്ങനത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ അവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കല്യാണം മുടക്കുന്നത് ഒരു വിനോദമായിട്ട് നടക്കുന്ന ഒരു ടീം. പക്ഷേ എന്നാൽ ഒരു കല്യാണം നടത്തി കാണിക്കണമെന്ന് നിൽക്കുന്ന വത്സല ക്ലബിൻ്റെ അംഗങ്ങൾ ഒരു ടീം. അങ്ങനെയാണ് ഒരു ഗ്രാമം മുഴുവൻ ഈ വത്സല ക്ലബിനെതിരാണ്. ഒരു ഗ്രാമം മുഴുവൻ ആഘോഷിക്കുന്ന ചടങ്ങാണ് അവിടെ ഈ ഒരു കല്യാണം മുടക്കൽ. അപ്പോൾ അങ്ങനെ ഉള്ള എസ്പെഷ്യലി അതിന് കുറച്ചുകൂടെ പ്രത്യേകത എടുത്ത് പറയാനാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചൊവ്വ വേണു എന്നാണ്. ചൊവ്വ വേണു. അപ്പോൾ ചൊവ്വ ദോഷമുണ്ട്, കല്യാണം നോർമലി നടക്കാൻ സാധ്യതയില്ല. എൻ്റെ അച്ഛനാണ് ഓപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയതിന് ദണ്ടൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തം മകൻ്റെ അടക്കം മുടക്കാനായിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു റൈവൽറി പരിപാടിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സാങ്കല്പിക സ്റ്റോറി നമുക്ക് പറയാം.